എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് നമ്മൾ നമ്മുടെ റിപ്പോർട്ടേഴ്സിലേക്ക് വീണ്ടും പോവുകയാണ്. ശരത് കെ ശശി തയ്യാറാണ്. ശരത് കെ ശശി, തെരഞ്ഞെടുപ്പ് പൂരം എന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനൊപ്പം ഒരു തെരഞ്ഞെടുപ്പ് പൂരം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്താകെയുള്ള പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ഉഷാറാണോ കാര്യങ്ങൾ? സുജ, തെരഞ്ഞെടുപ്പ് പൂരത്തിൽ ആളുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഭേദപ്പെട്ട പോളിംഗ് എന്ന് മാത്രമേ ആദ്യത്തെ 2 മണിക്കൂറിലെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മണി മുതൽ 9 മണി വരെയുള്ള പോളിംഗ് വിവരങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലെയും പറയുകയാണെങ്കിൽ തമിഴ്നാട് 9.25, ത്രിപുര 15.87, ഉത്തർപ്രദേശ് 12.66, ഉത്തരാഖണ്ഡ് 10.54, വെസ്റ്റ് ബംഗാൾ 15.59, ഇങ്ങനെ അസം 11.15, ബീഹാർ 9.23, ഛത്തീസ്ഗഡ് 12%, ജമ്മു കശ്മീർ 10%, ലക്ഷദ്വീപ് 5%, മധ്യപ്രദേശ് 15%, മഹാരാഷ്ട്ര 7%, മണിപ്പൂർ 13%. ഇങ്ങനെയൊക്കെയാണ് നിലവിൽ ആദ്യത്തെ 2 മണിക്കൂറിലെ പോളിംഗ് ശതമാനം ഉള്ളത്. ഇതിൽ ഏറ്റവും കുറവ് ലക്ഷദ്വീപിലാണ്, 5% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ത്രിപുരയിൽ 15% പിന്നിട്ടു, ഏറ്റവും കൂടുതൽ ത്രിപുരയിലുമാണ്. ആ രീതിയിൽ ഏറ്റവും ശക്തമായ ഒരു പോളിംഗ് വരുന്ന മണിക്കൂറുകളിലേക്ക് ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ വലിയ ക്യൂ ഉണ്ടാകാറില്ല. അതേ സ്ഥിതി തന്നെയാണുള്ളത്. ഞാൻ പ്രധാനമായും ഉത്തർപ്രദേശിന്റെയും രാജസ്ഥാനിന്റെയും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങളിലും BJPക്ക് ശക്തമായ ഒരു വേരുറപ്പുള്ള മേഖലകളാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ 25 സീറ്റുകളിൽ BJPക്ക് 20 സീറ്റുകളും സ്വന്തമാക്കാൻ വേണ്ടി പറ്റിയ ഒരു പ്രദേശമാണ്. അവിടെ ആ നിലയിലുള്ള മേൽക്കൈ ഇത്തവണയും ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ഈ 3 സംസ്ഥാനങ്ങളിലും ഇന്ന് BJP കണക്കുകൂട്ടുന്നു. അതേസമയം തന്നെ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് 8 സീറ്റുകൾ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ BSP മത്സരിക്കുന്നുണ്ട്. നേരത്തെ SP-യും BSP-യും ഒക്കെ തന്നെ സഖ്യമായി മത്സരിച്ച കാലമായിരുന്നു. പക്ഷേ അത് മാറിയിരിക്കുന്നു. ഇത്തവണ BSP തനിച്ചു മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ ഭിന്നിച്ചു പോകുമോ എന്ന ആശങ്ക ഇന്ത്യ സഖ്യത്തിനുണ്ട്, കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ജാട്ട് വോട്ടുകൾ പ്രധാനമായും ഉള്ള ഒരു മേഖലയാണ്. അവിടെ RLD NDA സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. അത് BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷ BJPക്ക് ഉണ്ട്. ആ രീതിയിലാണ് ഉത്തർപ്രദേശിൽ BJPയുടെ പ്രതീക്ഷകളുള്ളത്. അതേസമയം തന്നെ രജപുത്തുകൾ BJPക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ 8 മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് രജപുത്ത് സ്ഥാനാർത്ഥിയുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രാതിനിധ്യമില്ലാത്തതിലുള്ള പ്രതിഷേധം ഉത്തർപ്രദേശിൽ രജപുത്തുകൾ BJPക്കെതിരെ പ്രതിഷേധം എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നറിയേണ്ടതുണ്ട്. അതുപോലെ പിലിഭിത്ത്, സാധാരണ വരുൺ ഗാന്ധിയുടെ പേരിനൊപ്പം ചേർത്ത് വായിക്കുന്നതാണ് പിലിഭിത്തിന്റെ പേര്. അവിടെ പിലിഭിത്തിൽ വരുൺ ഗാന്ധി അല്ല ഇത്തവണ സ്ഥാനാർത്ഥി, പകരം മന്ത്രി ജിതിൻ പ്രസാദെയാണ് അവിടെ BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വരുൺ ഗാന്ധിക്ക് ടിക്കറ്റ് നിഷേധിച്ചത് തിരിച്ചടിയാകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. രാജസ്ഥാനിലെ 12 സീറ്റുകൾ അത് BJPക്ക് കഴിഞ്ഞ തവണ 12 സീറ്റും NDA സഖ്യത്തിന് കിട്ടി. 11 BJPക്കും 1 രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി എന്ന അവരുടെ ഘടകകക്ഷിക്കും. അങ്ങനെ 12 സീറ്റുകളും BJP തൂത്തുവാരിയതാണ്. പക്ഷേ നേരത്തെ ഒരു സർവേ BJP നടത്തിയപ്പോൾ BJP 6 സീറ്റുകളിൽ രാജസ്ഥാനിൽ ശക്തമായ മത്സരം നേരിടുന്നുണ്ട് എന്ന് ആ സർവേയിൽ വ്യക്തമാക്കിയിരുന്നു. ആ 6 സീറ്റുകളിൽ 4 ഈ ഒന്നാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഏറെ നിർണായകമാണ് ഈ ഒന്നാം ഘട്ടം കടന്നു കിട്ടിയാൽ രണ്ടാം ഘട്ടത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് എന്നതാണ് BJP കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലെ പ്രതീക്ഷകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2014-ലും 2019-ലും പ്രതീക്ഷകൾ വളരെയധികം മങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ തിരിച്ചടിയാണ് ഏറ്റത്. ഇത്തവണ കൂടുതൽ ജാട്ട് വോട്ടുകളെ ഉറപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി എന്ന NDA ഘടകകക്ഷിയെ അടർത്തിയെടുത്ത് അവരുടെ നേതാവായ ഹനുമാൻ ബേലിവാളിനെ കോൺഗ്രസ് ആ നഗൗർ സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് അവിടെ ആ ഒരു സീറ്റ് BJPയിൽ നിന്ന് പിടിച്ചെടുക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ ചുരുമണ്ഡലത്തിൽ രാഹുൽ കസ്വാനെ മത്സരിപ്പിച്ചുകൊണ്ട് BJPയുടെ MP ആയിരുന്ന രാഹുൽ കസ്വാനെ കോൺഗ്രസിലെത്തിച്ച് കോൺഗ്രസ് ടിക്കറ്റിലാണ് മത്സരിപ്പിക്കുന്നത്. സിക്കറിൽ CPM-ന് സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് ഇടത് പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള സിക്കർ, ചുഞ്ചുനു പോലെയുള്ള മേഖലകളിൽ കോൺഗ്രസിന് കൂടി അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതാണ് രാജസ്ഥാന്റെ ഒരു പൊതുവായ സാഹചര്യം. ഉത്തരാഖണ്ഡിൽ BJPക്ക് ഇത്തവണയും കൃത്യമായ മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. 2014-ലും 2019-ലും 53% വോട്ട് ഷെയർ സംഘടിപ്പിച്ചുകൊണ്ടാണ് BJP ആ സംസ്ഥാനം പിടിച്ചെടുത്തത്. അതേ രീതിയിലുള്ള രാജസ്ഥാനിൽ 12 സീറ്റുകൾ, ഉത്തർപ്രദേശിൽ 8 സീറ്റുകൾ. നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ എങ്ങനെയായിരിക്കും? ഉത്തരാഖണ്ഡിൽ ഒരു ക്ലീൻ സ്വീപ്പ് അത് സാധ്യമായ ഒരു സാഹചര്യമുണ്ടോ?
ഉത്തരാഖണ്ഡ് കഴിഞ്ഞ 2014-ലും 19-ലും BJP വിജയിച്ചു എന്ന് പറയുമ്പോൾ വലിയ വോട്ട് ശതമാനത്തോടു കൂടി വിജയിച്ചു എന്നതുകൂടി കാണണം. 2014-ൽ 53% BJPയുടെ വോട്ട് ഷെയർ. 2019 ആകുമ്പോഴേക്ക് അത് 54% പിന്നിടുന്ന സാഹചര്യം. അങ്ങനെ പകുതിയിലേറെ വോട്ടുകളും വാങ്ങിക്കൊണ്ട് മികച്ച വിജയം നേടുന്ന മണ്ഡലം അവിടെ അത്തരമൊരു സംസ്ഥാനമാണ്. അവിടെ ഇപ്പോൾ ഏക സിവിൽ കോഡ് ബില്ലടക്കം പാസാക്കിക്കൊണ്ട് കൂടുതൽ ധ്രുവീകരണത്തിന് പറ്റുന്ന അന്തരീക്ഷമടക്കം സൃഷ്ടിച്ചെടുക്കാൻ BJP സർക്കാരിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുകൂല ഘടകങ്ങളെല്ലാം BJP എടുത്ത് കാണിക്കുന്നു. അതുപോലെ ഉത്തരാഖണ്ഡ് ഈ തീർത്ഥാടന ടൂറിസത്തിന് പേരുകേട്ട നാടാണ്. ദേവഭൂമി എന്നാണ് പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിനെ വിശേഷിപ്പിക്കാറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും. ആ രീതിയിലുള്ള ഒരു ഏകീകരണം, വോട്ടുകളുടെ ഏകീകരണം BJP കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് അവിടെ തിരിച്ചുവരവിനുള്ള ഒരു കഠിന പ്രയത്നമൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രിയങ്ക ഗാന്ധി അടക്കം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പങ്കെടുത്ത് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കിണഞ്ഞു പരിശ്രമമായിരുന്നു ഉത്തരാഖണ്ഡിൽ നടന്നുകൊണ്ടിരുന്നത്. അത് എത്രത്തോളം വിജയിക്കും എന്നതിൻ്റെ ഒരു റിസൾട്ട്, അത് എത്രത്തോളം വിജയിക്കും എന്നത് ഇന്നത്തെ വോട്ടിങ്ങിലൂടെ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ പൊതുവെ മന്ദഗതിയിലാണ്. 10% മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അത്തരത്തിൽ ശശിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.